നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ ഒരു പ്രചാരമുള്ള കാലത്ത് രാഷ്ട്രീയ നേതാക്കളുടെ PR വർക്ക് എന്ന് പറയുന്ന ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഈ PR വർക്കുകൾ പലപ്പോഴും നുണകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരിധി വിട്ടു പോകുന്നൊരു അവസ്ഥയുണ്ടാകാറുണ്ട്. ഒരു 3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതിൽ ആദ്യത്തേതൊരു PR വർക്കല്ല, ഒരു സാധാരണ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ യൂട്യൂബറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ലെജൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമല്ലോ, അത്തരത്തിലുള്ള ഒരു സംഭവത്തിന് ഉദാഹരണമാണ് ആദ്യത്തെ സംഭവം. പ്രത്യേകിച്ച് ഒരു വളരെ ബിൽഡപ്പോട് കൂടിയാണ് അദ്ദേഹം ഈ ഒരു കഥ അവതരിപ്പിക്കുന്നത്. അതായത് ഈ ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ ഈ ഹരിയാന നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് നമ്മുടെ ട്രീ കട്ടർ TV-യിലെ മൊട്ട കിടന്നലറിയ ഒരു ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രേക്ഷകർക്ക് ലഭ്യമാവും. കോൺഗ്രസ് ജയിക്കുമെന്നുള്ള, അതും വൻ വിജയം നേടുമെന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എണ്ണിയപ്പോൾ, അല്ലെങ്കിൽ വോട്ടെണ്ണിയപ്പോൾ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അതൊരു കമൻറ്റ് വായിക്കുകയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടാവും. അതെ, പപ്പു എന്ന് വിളിച്ചവരെ കൊണ്ട് രാഗ എന്ന് വിളിപ്പിച്ചവൻ, അവൻ്റെ പേര് രാഹുൽ ഗാന്ധി, ദ ലീഗൽ കില്ലർ രാഗ. ഇത്തരത്തിലൊരു ബിൽഡപ്പാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ കൊടുക്കുന്നത്. അതായത് കഥ പറയുന്നതിൻ്റെ രത്ന ചുരുക്കമായി ഞാൻ പറയാം. തിരുവനന്തപുരത്ത് ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഇടയ്ക്കിടെ ഒരു സാധു പെൺകുട്ടി, കൊച്ചു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടിക്ക് ഇടയ്ക്കിടെ ലൈറ്റ് ബോയ് ആഹാരം കൊടുക്കുന്നു. ഇതെല്ലാം നടനായ സൂര്യ ശ്രദ്ധിക്കുന്നു. ഷൂട്ടിങ്ങിൻ്റെ തിരക്കിനിടയിൽ ഇടയ്ക്ക് കുറേ ദിവസം ആ പെൺകുട്ടി സ്ഥിരമായി ആ സെറ്റ് സന്ദർശിക്കുന്നു, ഇതുപോലെ ആഹാരം വാങ്ങി കഴിക്കുന്നു, എല്ലാവരുമായി അടുക്കുന്നു. പക്ഷേ ഇടയ്ക്ക് പെട്ടെന്നൊരു ദിവസം ആ കുട്ടി വരാതാകുന്നു സെറ്റിലേക്ക്. ആർക്കും അത് ഷൂട്ടിംഗ് തിരക്കിനിടയിൽ അന്വേഷിക്കാൻ സമയം ലഭിക്കുന്നില്ല. പക്ഷേ സൂര്യ അത് ഓർത്തു വെച്ച് ഷൂട്ടിംഗ് അവസാനിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്ന വേളയിൽ ഈ ലൈറ്റ് ബോയ് മൊത്തം ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ആ വീട് ഏതാണ്ട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് പുതിയതായി പണിയുന്ന അവസ്ഥയിലാണ് കാണപ്പെട്ടത്. ആ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ കുടുംബക്കാരെയും കാണുന്നില്ല. ചുറ്റുപാടും അന്വേഷിച്ചപ്പോൾ പറയുന്ന പെൺകുട്ടിക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് യുവാവ് അവിടെ വന്ന് ആ പെൺകുട്ടിക്കും അമ്മയ്ക്കും കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കുവാനായി സൗകര്യം ചെയ്തു കൊടുത്തു. അതിനുശേഷം ആ വീട് പുതുക്കിപ്പണിയുവാനുള്ള പണവും നൽകി. ആ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ആ പെൺകുട്ടിയുടെ പഠനം ആ യുവാവ് ഏറ്റെടുത്തു. എന്നിട്ട് ആ വീഡിയോയിൽ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആ വ്യക്തി പറയുന്നത്, ഇന്ന് ആ പെൺകുട്ടി ഹൈദരാബാദ് IIM-ൽ 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അങ്ങനെ വന്ന ആ തമിഴ് യുവാവിൻ്റെ പേരാണ് വിജയ്, ഇന്നത്തെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വിജയുടെ ഒരു ക്ലിപ്പൊക്കെ കാണിച്ച് ഇത്തരത്തിലുള്ളൊരു ബിൽഡപ്പൊക്കെ കൊടുത്തുള്ളൊരു കഥ. ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഷൂട്ടിംഗ് ഇവിടെ നടന്നു, കേരളത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ആ സിനിമയുടെ പേര് ഫ്രണ്ട്സ് എന്നാണ്. നമ്മുടെ മലയാളത്തിലെ ഫ്രണ്ട്സിൻ്റെ റീമേക്ക്. പക്ഷേ ഒരു പ്രശ്നം, ഈ ഫ്രണ്ട്സ് എന്ന സിനിമയുടെ ഒരു സീൻ പോലും കേരളത്തിൽ ഒരിടത്തും ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. തന്നെയുമല്ല, സൂര്യയും വിജയും അതിൻ്റെ ചിത്രീകരണത്തിനായി ഇവിടെ എവിടെയും എത്തിയിട്ടുമില്ല. അതാണ് ഇത്തരത്തിലുള്ളൊരു കഥയെ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ ഒരു തെറ്റ് പറ്റുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ ലെജൻസ് ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം തന്നെ ഇത്തരത്തിലുള്ളൊരു നുണക്കഥയുടെ മേലാകുമ്പോൾ ഇത് പൊളിഞ്ഞു വീഴുവാൻ അധികം സമയം വേണ്ട. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ആധുനിക കാലത്ത് ഈ ഹ്രസ്വമായ ഒരു സ്മൃതിമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഇത്തരത്തിലുള്ള ഡൂം സ്ക്രോളിംഗ് എന്ന് പറയും. എല്ലാം ഇങ്ങനെ കണ്ടോ അങ്ങനെയാണോ, ശരി എന്ന് പറഞ്ഞ് നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ തട്ടി വിടുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ജെൻസിയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കഥകൾ വിശ്വസിക്കാനും ആളുകളുണ്ടാകും. ജെൻസിയുടെ ആ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ്, വിജയ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സൂര്യ അത് ചെയ്തേനെ, അതാണ് വിജയ്, കണ്ടോ, വിമർശിക്കുന്നവരിത് കാണണം തുടങ്ങിയ അഭിനന്ദന കമൻറ്റുകളുടെ പ്രവാഹമാണ്. അടിസ്ഥാനപരമായിട്ട് അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ചിന്താശേഷി ഇപ്പോഴത്തെ കാലത്ത്, എൻ്റെയും നിങ്ങളുടെയും ജെൻസിയുടെ പ്രത്യേകിച്ച്. ഇങ്ങനെയാണ് ഒരു കഥ ബിൽഡ് ചെയ്യുന്നത്. ഒരു PR വർക്ക്, ഒരു കള്ളക്കഥയുണ്ടാക്കി അതിനെ ഒരു ഇതിഹാസമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ ഒരു സ്വാഭാവിക പ്രക്രിയ ഇത്രയുമാണ്. ഒരു ഏറ്റവും സരളമായ അടിസ്ഥാന പ്രക്രിയ ഇതാണ്. അതൊരു വശത്ത് വിജയുടെ കാര്യം. ഇനി നമ്മുടെ കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ മകൾ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അതെല്ലാം വ്യക്തിപരമായ കാര്യം. അദ്ദേഹത്തിൻ്റെ മകൾ ഒരു ഓർമ്മക്കുറിപ്പ് പോലെ അദ്ദേഹം മുഖ്യമന്ത്രിയായി നിയുക്തനായതിനു ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതായി കാണപ്പെട്ടു. ആകാശദൂത് എന്ന കുടുംബ ചലച്ചിത്രം കണ്ടതിന് ശേഷം റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ എത്തുമ്പോഴും അച്ഛൻ കരയുകയായിരുന്നു, പൊട്ടി കരയുകയായിരുന്നു. കാരണം ഈ ആകാശദൂത് എന്ന് പറയുന്ന സിനിമ അടിസ്ഥാനപരമായിട്ട് എൻ്റെ ജീവിതത്തിലും വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം വളരെയധികം സെൻറ്റിമെൻ്റൽ സീനുകൾ നിറഞ്ഞ ആ സിനിമ കണ്ടിട്ട് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ
അച്ഛൻ എന്നോട് നീ മനുഷ്യനാണോടാ എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. കാരണം അതിൻ്റെ അകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം മാധവിക്ക് ക്യാൻസർ, കുട്ടികൾക്ക് പ്രശ്നം, മുരളി കൊല്ലപ്പെടുന്നു, വീട്ടിലെ പട്ടിക്ക് വരെ കിഡ്നി ട്രബിളാണ് എന്നുള്ള രീതിയിലുള്ളൊരു കഥയായിട്ടാണ് എനിക്കത് അന്നും ഇന്നും തോന്നിയിട്ടുള്ളത്. പക്ഷേ വലിയ വിജയമായിരുന്നു ആ സിനിമ. അതുകൊണ്ട് തന്നെ സതീശൻ ആ സിനിമയുടെ ദുഃഖകരമായ രംഗങ്ങൾ കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയത് എന്നുള്ളൊരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതായി അറിയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മകളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ എനിക്ക് പരിചയമില്ല, ഞാൻ അവിടെ നേരിട്ട് വായിച്ചിട്ടില്ല, വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്തയായി ഈ സംഭവം പ്രസിദ്ധീകരിച്ചാണ്, ഈ അനുഭവ കഥ അല്ലെങ്കിൽ അനുഭവക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചതാണ്. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1993 ആകാശദൂത് തിയേറ്ററുകളിലെത്തുന്നത്. 1993 വി.ഡി. സതീശൻ എൻ്റെ അറിവ് പ്രകാരം ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിയുന്നത് 1996. ആ കാലഘടനയൊന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മകൾ ജനിച്ച് ഇത്തരത്തിൽ സ്വന്തം അച്ഛൻ ഏതെങ്കിലും ഒരു ചലച്ചിത്രം കണ്ട് പൊട്ടിക്കരയുന്ന ഓർമ്മ ആ മകൾക്കുണ്ടാവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 വയസ്സെങ്കിലും ആകണമെന്ന് വെച്ചു. അതായത് ഇന്ന് അടുപ്പിച്ച് 1999 2000 ആകണം ഇത്തരത്തിലൊരു ഓർമ്മ ആ കുട്ടിയുടെ മനസ്സിൽ സ്വന്തം ഓർമ്മയായി നിലനിൽക്കണമെങ്കിൽ. അതും വളരെ അപൂർവമായ അത്തരത്തിലുള്ള ഓർമ്മകൾ തങ്ങി നിൽക്കാറുള്ളൂ. എനിക്കെങ്ങനെ നിൽക്കാറുണ്ട്, 2ഉം 3ഉം വയസ്സിലുള്ള പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമെന്ന് ഞാൻ പറയുന്നില്ല. അത്തരത്തിലൊരു ഓർമ്മ വരണമെങ്കിൽ 2000 വരെ ആകണം. 2000 കാലഘട്ടങ്ങളിലാണെങ്കിൽ നരസിംഹം കേരളത്തിലെ തിയേറ്ററുകൾ തകർത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആകാശദൂത് എന്തായാലും സാധ്യതയില്ല. ഇനി അമ്മ പറഞ്ഞ ഓർമ്മയായിട്ടാണ് അത് വരുന്നതെങ്കിൽ വി.ഡി. സതീശനും വി.ഡി. സതീശൻ്റെ പത്നിയും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരിക്കണം. വിവാഹം കഴിഞ്ഞത് 1996 എന്ന് പറഞ്ഞല്ലോ. അവർ ആ സിനിമ ഒരുമിച്ച് കാണാൻ പോയിരിക്കണം. അതിനുശേഷം അദ്ദേഹം കരഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് മകളോട് അമ്മ പറഞ്ഞതായിരിക്കും. അതിനും സാധ്യതയില്ല. കാരണം 96 നടന്ന വി.ഡി. സതീശൻ്റെ വിവാഹം പൊതുമണ്ഡലത്തിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് അല്ലായിരുന്നു. ഇനി സുഹൃത്തുക്കൾ ആരെങ്കിലും പറഞ്ഞറിഞ്ഞതാണോ അത് വ്യക്തമാക്കുന്നില്ല. സ്വന്തം അനുഭവം എന്നുള്ള തരത്തിലാണ് വി.ഡി. സതീശനെക്കുറിച്ചുള്ള ഈ കഥനകഥ. കഥനഗത എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇത് അടിസ്ഥാനപരമായി നമ്മുടെയൊക്കെ തലയിൽ അടിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു PR വർക്കിൻ്റെ മറ്റൊരു രൂപമാണ്. ഇതുകൊണ്ടെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ളൊരു കള്ളക്കഥ മെനയുന്നത് ആരെക്കുറിച്ചാണ് എന്ന് ഓർമ്മിക്കണം. കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയെക്കുറിച്ചാണ്. ഇത്തരത്തിലുള്ളൊരു വ്യാജ വാർത്ത അല്ലെങ്കിൽ കഥ മെനഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിച്ച് അദ്ദേഹം ഇത്തരത്തിലുള്ള വളരെ മൃദുല ഹൃദയനാണ് എന്നുള്ളൊരു പ്രതിച്ഛായ നിർമ്മിച്ച് മുന്നോട്ട് വയ്ക്കുവാനുള്ള ശ്രമം ആസൂത്രിതമല്ല എന്ന് പറയുവാൻ സാധിക്കില്ല. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, വിജയുടെ കഥ ഈ വിജയുടെ ഉയർച്ച കൊണ്ടുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു രോമാഞ്ചത്തിൻ്റെ പുറത്ത് വിജയുടെ ഫാനായ ഒരു വ്യക്തി ചെയ്തതായിരിക്കാം. പക്ഷേ അത് പൊളിഞ്ഞുപോയി. കാരണം അതിൻ്റെ അടിസ്ഥാനം തന്നെ വ്യാജമായിരുന്നു. ഇതിൻ്റെയും അടിസ്ഥാനം വ്യാജമാണ്. ഇനി ഇത്തരത്തിലുള്ള PR വർക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ കള്ളക്കഥകൾ ആദ്യം മെനയുക, അതിനെ പിന്നെ ഇതിഹാസമായി വളർത്തിയെടുക്കുക, ലെജൻസ് ആക്കിയെടുക്കുക എന്നുള്ളൊരു പ്രവണത ഈ നവമാധ്യമങ്ങളുടെ ഒരു വരവോടുകൂടിയാണോ തുടങ്ങിയത്? അല്ല, അതിനു മുൻപ് തന്നെയുണ്ട്. ഇതിൻ്റെ കേരളത്തിലെ ഉപജ്ഞാതാക്കളെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമാണ്. ഇസ്ലാമിസ്റ്റുകളുടെ കള്ളക്കഥകളെക്കുറിച്ച് ഒരു പ്രത്യേക വിഷയമായി തന്നെ അതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരിലേക്കൊന്ന് പോകാം. കമ്മ്യൂണിസ്റ്റുകാർ ഏറെക്കാലമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ഇതിഹാസമായിരുന്നു, കള്ളക്കഥ ഇതിഹാസമാക്കിയ ഒരു സംഭവമായിരുന്നു അവരുടെ UK കുഞ്ഞിരാമൻ എന്ന സഖാവിനെക്കുറിച്ച്. 1972 ജനുവരി 5-ാം തീയതി തലശ്ശേരി കലാപത്തിൽ ഒരു മുസ്ലിം പള്ളി സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ RSSകാരുടെ കുത്തുകൊണ്ട് കൊല്ലപ്പെട്ട UK കുഞ്ഞിരാമൻ. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ അന്തരിച്ച P.T. തോമസ് കേരള നിയമസഭയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ UK കുഞ്ഞിരാമൻ എന്ന സഖാവ് ഒരു പള്ളിയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലല്ല മരണപ്പെട്ടത്. തലശ്ശേരി കലാപത്തെ സംബന്ധിച്ചുള്ള ജസ്റ്റിസ് വിധേയലിൻ്റെ റിപ്പോർട്ടിലാണെങ്കിലും പിന്നീട് തലശ്ശേരി കലാപത്തെക്കുറിച്ചുണ്ടായ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങളിലൊന്നും UK കുഞ്ഞിരാമൻ്റെ ഇത്തരത്തിലൊരു ധീരകൃത്യത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടില്ല. തന്നെയുമല്ല, UK കുഞ്ഞിരാമൻ ഒരു കള്ള് ഷാപ്പിലുണ്ടായ തർക്കത്തിനിടയിൽ കുത്തുകൊണ്ട് മരിച്ചതാണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ പോലീസ് റിപ്പോർട്ടുകളുമുണ്ട്. ഈ UK കുഞ്ഞിരാമനെയാണ് മുസ്ലിം പള്ളി സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ
ഫാഷിസ്റ്റുകളായ RSSകാരുടെ കുത്തുകൊണ്ട് മരണപ്പെട്ട ധീരസഖാവ് എന്ന തരത്തിൽ ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ച് അതിനെ ഒരു ലെജൻഡാക്കി വളർത്തിയെടുക്കുവാൻ, ഒരു ഇതിഹാസമാക്കി വളർത്തിയെടുക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വരുന്നതിന് ഏറെ മുൻപ്, സാമൂഹ്യ മാധ്യമങ്ങൾ കേരളത്തിൽ പ്രചാരം നേടിത്തുടങ്ങിയ കാലത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മധ്യ കാലഘട്ടത്തിലാണ് ആദ്യ പിണറായി സർക്കാർ അധികാരത്തിലേറുന്നത്. അക്കാലത്ത് ഈ ഇതിഹാസത്തിലൊരു ചെറിയ പരിഷ്കരണം നടത്തുവാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നു. കാരണം UK കുഞ്ഞിരാമൻ്റെ പേര് ആദ്യം ഒന്ന് മാറ്റിവെച്ചിട്ട് പിണറായി വിജയനായിരുന്നു ധീരനായി RSSകാരെ ചെറുത്ത് തുരത്തി ഓടിച്ച് പള്ളിയെ സംരക്ഷിച്ചത് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് ഏൽക്കില്ല എന്ന് കണ്ടപ്പോൾ UK കുഞ്ഞിരാമേട്ടനോടൊപ്പം പിണറായിയും പോരാട്ടത്തിനുണ്ടായിരുന്നു. പക്ഷേ ചതിച്ചു കൊല്ലുകയായിരുന്നു UK കുഞ്ഞിരാമേട്ടനെ രക്ഷിക്കുവാൻ പിണറായി സഖാവിന് കഴിഞ്ഞില്ല, അന്നൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഇതിഹാസം ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ തിരിച്ചടികൾ നേരിട്ടപ്പോൾ പതുക്കെ പിണറായിയുടെ പേര് ആ കഥയിൽ നിന്ന് അവർ പിൻവലിച്ചു. UK കുഞ്ഞിരാമനെ മാത്രം വീണ്ടും കുരുതി കൊടുത്തു. കള്ളുഷാപ്പിൽ കുത്തുകൊണ്ട് വീണു, പാവം മരിച്ചുപോയി. വീണ്ടും അദ്ദേഹത്തെ അപഹാസ്യനാക്കി കൊലയ്ക്ക് കൊടുത്തു. ഇത്തരത്തിലുള്ള പ്രക്രിയ കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും ഏറ്റെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇത് DMKയുടെ കുത്തകയായിരുന്നു. TVKയും ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം വിജയുടെ പഴയ കഥ വിജയ് തന്നെ അടുത്ത് പറഞ്ഞല്ലോ, ദാരിദ്ര്യത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത്. ഒരിക്കലുമല്ല, അത് ശുദ്ധമായ നുണയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് SA ചന്ദ്രശേഖർ ഒരു കൃത്യമായ വിജയങ്ങൾ നേടിയിട്ടുള്ള, വൻ വിജയങ്ങൾ നേടിയിട്ടുള്ള, പുലൻ വിചാരണ പോലുള്ള അല്ലെങ്കിൽ ചട്ടമൊരു ഇരട്ടറൈ പോലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള, അത്യാവശ്യത്തിലധികം പേരും പ്രശസ്തിയുമുള്ള വിജയകാന്തിനെ പോലുള്ള ഒരു സൂപ്പർ താരത്തിൻ്റെ ഒരു കരിയറിന് അടിത്തറ പാകിയവരിൽ RK സെൽവമണിയെപ്പോലെ തന്നെ പങ്കുവഹിച്ച അതിസമ്പന്നനായൊരു സംവിധായകനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് ലഭിച്ച സമ്പത്ത് മുഴുവൻ വിജയ് സിനിമയിൽ എത്തുന്നത് വരെ സ്ഥലങ്ങളായും മറ്റും നിക്ഷേപങ്ങൾ നടത്തി കൃത്യമായി കാത്തു സൂക്ഷിച്ച് സാമാന്യം തെറ്റില്ലാത്ത ആഡംബരത്തിൽ തന്നെയാണ് വിജയിയെ അദ്ദേഹം വളർത്തിയത്. വിജയിയെ അദ്ദേഹത്തിൻ്റെ സഹോദരി മരണപ്പെടുന്നത് വരെ അദ്ദേഹം വളർത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നുണ ഇപ്പോൾ TVKയും ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നുണകൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് MK സ്റ്റാലിൻ ധീരമായി അറസ്റ്റ് വരിച്ചു. സത്യമാണ്, മീസ കേസിലായിരുന്നില്ല. കാരണം മീസ കേസിലുള്ള നമ്പർ അന്നത്തെ ഈ അടിയന്തരാവസ്ഥയുടെ അടൽ ബിഹാരി വാജ്പേയി ഒക്കെ തടവിലാക്കുമ്പോൾ മീസ എന്നൊരു വകുപ്പ് ചുമത്തുമല്ലോ, അതിലുള്ള നമ്പർ MK സ്റ്റാലിൻ്റെ പേരിലില്ല. അത്തരത്തിലൊരു നമ്പർ അത്തരത്തിൽ അറസ്റ്റ് വരിക്കുന്നവർക്ക് നൽകപ്പെടുമായിരുന്നു അന്ന്. അത്തരത്തിലുള്ളൊരു നമ്പർ MK സ്റ്റാലിൻ്റെ പേരിലില്ല. MK സ്റ്റാലിൻ്റെ പേരിലുള്ള കേസ് ഒന്നുമില്ല, കേസായിട്ട് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം അടിസ്ഥാനപരമായി പറയപ്പെടുന്നൊരു കഥ, വീണ്ടും ഒരു ലെജൻഡ്, ഒരു IG-യുടെ മകളോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിൽ അകത്ത് പിടിച്ചിട്ട്, തമിഴൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലാടം കെട്ടി എന്ന് പറയും. ലാടം കെട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാമ്യമായ മലയാള തർജ്ജിമ എന്ന് പറഞ്ഞാൽ ആടിക്ക് പിരുത്ത് കളഞ്ഞു എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് പുറത്തുവിട്ട MK സ്റ്റാലിനെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ധീരനായി അറസ്റ്റ് വരിച്ച MK സ്റ്റാലിനെന്ന് DMKക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ PR വർക്കുകളുടെ ഒരു ഏകദേശ സ്വഭാവം. തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കാത്ത ഫ്രണ്ട്സിൻ്റെ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തൊരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിച്ച് 3 IIM പണിഞ്ഞ വിജയ്, ആകാശദൂത് കണ്ട് പൊട്ടിക്കരഞ്ഞ സതീശൻ, UK കുഞ്ഞിരാമൻ, വിജയ് തുടങ്ങിയവരെല്ലാം, വീണ്ടും വിജയ് തുടങ്ങിയവരെല്ലാം PR വർക്കുകളുടെ പരിധികൾ ലംഘിച്ച് എന്നെയും നിങ്ങളെയും മണ്ടന്മാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഒന്ന് പങ്കുവെച്ചത് ഇനി നാളെ സത്യപ്രതിജ്ഞയ്ക്ക് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയും മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൽ അധികാരത്തിലേറുമ്പോൾ ഈ പറഞ്ഞ കഥയിലെ ഒരു കഥാപാത്രമായ വിജയും എത്തുന്നുണ്ടെന്നുള്ളതാണ് അറിവ്. കൃത്യമായി ഈ പുതിയ ഇതിഹാസങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുങ്ങുന്നത്. അവൻ്റെ പേരാണ് രാഗ, അവൻ്റെ പേരാണ് ജോസഫ് വിജയ്, അയാളുടെ പേരാണ് VD സതീശൻ, അവർ നടന്നു, പിണറായി ഓടി, മോദി മുങ്ങി, അമിത്ഷാ വിറച്ചു, യോഗി ആദിത്യനാഥ് രാജിവെച്ചു തുടങ്ങിയ ഇതിഹാസങ്ങൾ ഇനിയും വന്നേക്കാം. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അവ കണ്ട് ചിരിച്ച് തള്ളിക്കളയുക, അല്ലെങ്കിൽ കണ്ടിട്ട് അങ്ങനെയാണോ എന്നുള്ളൊരു ധാരണയിൽ തള്ളിക്കളയരുത്. ഒരു നിമിഷം അതിനുവേണ്ടി ചിലവാക്കി ഒന്ന് പരിശോധിക്കുക ഇത്തരത്തിലുള്ള ഇതിഹാസങ്ങളുടെ പിന്നിലുള്ള സത്യാവസ്ഥ. അതിൻ്റെ അടിസ്ഥാന ശിലകൾ മിക്കവാറും ദുർബലമായ കള്ളങ്ങളായിരിക്കും. ഫ്രണ്ട്സിൻ്റെ ഷൂട്ടിംഗ് കേരളത്തിൽ നടന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ 1993 ഇറങ്ങിയ ആകാശദൂതിനെ സംബന്ധിച്ച് VD സതീശൻ്റെ മകൾ വിശദമായ ഓർമ്മക്കുറിപ്പ് എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ UK കുഞ്ഞിരാമൻ്റെ പള്ളി സംരക്ഷണ കഥ പോലെ.
വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.